സർവേഭ്യോ നമസ്കാരഃ. ഇന്ന് തോടക ഛന്ദസ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ലക്ഷണം: വദ തോടകമബ്ധിസകാരയുതം. വദ തോടകമബ്ധിസകാരയുതം. ഇവിടെയും 12 വർണ്ണങ്ങളാണ് തോടകത്തിന് ഉണ്ടാവുക. മാത്രമല്ല അവിടെ വരുന്ന ഗണം സഗണമായിരിക്കും. 4 സഗണങ്ങൾ ആണ് ഈ തോടക ഛന്ദസ്സിന് ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭുജംഗപ്രയാദം പഠിച്ചു അല്ലേ? 4 യകാരങ്ങൾ അവിടെ ഉണ്ടാകും. ഇവിടെ 4 സകാരങ്ങൾ എന്ന് പറഞ്ഞാൽ സഗണങ്ങൾ ഉണ്ടായിരിക്കും. സഗണം എന്ന് പറഞ്ഞാൽ അന്ത്യഗുരു ആണ്. യ, ര, ത, ഭ, ജ, സ. അന്ത്യഗുരു സഗണഃ. അന്ത്യഗുരുവായിട്ടുള്ള 4 സഗണങ്ങൾ ഈ തോടകവൃത്തത്തിൽ ഉണ്ടാവും. ലക്ഷണത്തിൽ നോക്കൂ, 12 വർണ്ണങ്ങളുണ്ട്. 12 ഗുരു ലഘുക്കളായിട്ട് തിരിച്ചിട്ടുമുണ്ട്. അവിടെ ആദ്യത്തെ ഗണം അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗത്ത് വാ, ദ, തോ എന്നതാണ് 3 വർണ്ണങ്ങൾ. അവിടെ തോ എന്നതിനാണ് ഗുരു വന്നിരിക്കുന്നത്. അതുപോലെ ഡ, ക, മ. മായുടെ മുകളിലാണ് ഗുരു. കാരണം അബ്ധി എന്നത് സംയുക്താക്ഷരമായതുകൊണ്ടാണ് അവിടെ ഗുരു. പിന്നെ കാ ദീർഘമായതുകൊണ്ട് ഗുരു. പിന്നെ തം അനുസ്വാര സഹിതമായിട്ടുള്ള വർണ്ണമായതുകൊണ്ട് ഗുരു. അങ്ങനെ 4 സഗണമായിട്ടുള്ള തോടകവൃത്തം ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി മറ്റൊരു ഉദാഹരണം. മധുരാഷ്ടകം എന്നതിലെ 4 വരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അധരം മധുരം, വദനം മധുരം, നയനം മധുരം, ഹസിതം മധുരം, ഹൃദയം മധുരം, ഗമനം മധുരം, മധുരാധിപതേരഖിലം മധുരം. ഇതിൽ എന്താ പറയുക, ഒന്നാമത്തെ ലൈനിൽ മാത്രമേ ഗുരു ലഘു തിരിച്ചിട്ടുള്ളൂ. അവിടെ നോക്കൂ, എല്ലാവിടെയും ഒരേപോലെയാണ്. കാരണം ആദ്യത്തെ എന്താ പറയുക, നമ്മൾ 3 വർണ്ണങ്ങളായിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല. അധരം 3 വർണ്ണങ്ങളോട് കൂടിയതാണ്. മധുരം 3, വദനം 3, പിന്നെയും മധുരം 3. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ രം രം എന്ന അല്ലെങ്കിൽ നന്നും കൂടിയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അനുസ്വാര സഹിതമായ വർണ്ണത്തിൻ്റെ മുകളിൽ മാത്രമേ ഇവിടെ ഗുരു വന്നിട്ടുള്ളൂ. നോക്കൂ, രം എന്നതിൻ്റെ മുകളിൽ ഗുരു, പിന്നെ വദനം എന്നതിൽ നം എന്നതിൻ്റെ മുകളിൽ ഗുരു. അപ്പോൾ ഇങ്ങനെ 4 സഗണങ്ങളോടുകൂടി എന്താ പറയുക, മധുരാഷ്ടകത്തിലെ ഫസ്റ്റ് ലൈൻ ഈ തോടക ഛന്ദസ്സിൽ വന്നിരിക്കുകയാണ്. ബാക്കിയുള്ള ലൈനും ഇതേപോലെ തന്നെയാണ്, നമുക്ക് ഷുവറായിട്ട് കിട്ടും. പിന്നെ കുറച്ച് വ്യത്യാസം വരുന്നത്, ഇത്തിരി ചിന്തിക്കേണ്ടതായിട്ട് വരുന്നത് ലാസ്റ്റ് ലൈനിലാണ്. മധുരാധിപതേരഖിലം മധുരം. അവിടെ മധുര എന്നത് ആദ്യത്തെ 3 വർണ്ണം, ധിപതേ അടുത്ത 3, രഖിലം അടുത്ത 3, മധുരം അടുത്ത 3. ഒക്കെ സിമ്പിൾ തന്നെയാണ്. അവിടെ ഈ രാ എന്നതിൻ്റെ മുകളിൽ ഗുരു വരും, പിന്നെ തേ എന്നതിൻ്റെ മുകളിലും ഗുരു വരും, ലം രം എന്നീ 2 വർണ്ണങ്ങളുടെയും മുകളിൽ ഗുരു വരും. അങ്ങനെ നോക്കുമ്പോൾ ഈ മധുരാഷ്ടകവും തോടക ഛന്ദസ്സാൽ പൂർണ്ണമായിരിക്കുകയാണ്. ധന്യവാദ.